കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ആപ്പിള് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് വെക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആപ്പിൾ കൊണ്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 3 ആപ്പിൾ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് 1 സ്പൂണ് കടുകും അല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഒക്കെ വറ്റൽമുളകോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു. കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്, പൊടിയല്ല. ഇനി ഇതിലേക്ക് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കും. ഞാൻ 1 സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തതല്ലേ, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാനൊരു 5 കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നന്നായിട്ട് മൊരിയണം, ഇല്ലെങ്കിൽ ഇത് അച്ചാറ് പെട്ടെന്ന് കേടാവും. ഇതിലേക്ക് 2 സ്പൂണ് ഇഞ്ചിയും 2 സ്പൂണ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്കൊരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് മൊരിയട്ടെ. ഇതിനകത്ത് വെള്ളമയം കംപ്ലീറ്റ് പറ്റണം. എണ്ണ നന്നായിട്ട് മൊരിഞ്ഞ്, ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിയും. അപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി 4 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കുരുമുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായതുകൊണ്ട് 4 സ്പൂണ് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി എരിവ് കുറവാണ് ഈ കാശ്മീരി മുളക് പൊടിക്ക്. അങ്ങനെ അതിന് പച്ചമുളക് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് 1 സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് വിനാഗിരി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം പഞ്ചസാര വിതറി കൊടുക്കുന്നു. അച്ചാറ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കാരണം ആപ്പിളിലേക്ക് പൊടികളെല്ലാം പിടിക്കണം. അതിനാണ് വിനാഗിരിയും പൊടികളും എല്ലാം പിടിക്കണം. അതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഞാനിതൊരു 2 മിനിറ്റ് അടച്ച് വെക്കുന്നേ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 2 മിനിറ്റായി. എല്ലാം പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കുന്നു.
അച്ചാറിനകത്ത് ഞാൻ ടേസ്റ്റ് നോക്കി. എരിവ്, ഉപ്പ്, മധുരം എല്ലാം ഉണ്ട്, പാകത്തിനുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആപ്പിൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് വെക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.